ലൈഫ് കോച്ചിങ് എന്ന് പറയുന്നതും കൗൺസിലിംഗ് എന്ന് പറയുന്നതും ഒക്കെ വെറുതെ തട്ടിപ്പല്ലേ എന്ന് ചോദിക്കുന്ന ആൾക്കാരില്ലേ, എന്താണ് അവരോട് പറയേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, ഇതിൻ്റെ അകത്ത് തട്ടിപ്പും നടക്കുന്നുണ്ട്. ഞാൻ സർട്ടിഫൈഡ് ലൈഫ് കോച്ചായിട്ടും കൗൺസിലിങ്ങും ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരാളായതുകൊണ്ട് കൂടെ ഞാൻ പറയാം, ഇതിൻ്റെ അകത്ത് ചില സമയത്ത് ചില വീഡിയോസൊക്കെ ഞാൻ കാണുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട്, ഇതൊക്കെ ഉള്ളതാണോ, ഇതൊക്കെ ശരിക്കും നടക്കുമോ എന്തൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം നടക്കും നമ്മൾ അതിൻ്റേതായിട്ടുള്ള ആ പ്രൊസീജിയറിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. നമുക്ക് എല്ലാ കാര്യത്തിലും തട്ടിപ്പ് നടക്കുന്നില്ലേ? ഏത് ഇതിലാണ് തട്ടിപ്പും വെട്ടിപ്പും ഇല്ലാത്തത്? ഏത് പ്രൊഫഷനിലാണ് ഇല്ലാത്തത്? എല്ലാ പ്രൊഫഷനിലും ഉണ്ട്. എന്നാൽ ഇത് നല്ല രീതിയിൽ എല്ലാ പ്രൊഫഷനും കൊണ്ടുപോകുന്ന ആൾക്കാരില്ലേ, അതുകൊണ്ട് എത്രയോ മനുഷ്യരുടെ മുഖത്ത് സന്തോഷവും സമാധാനവും അവരുടെ കുടുംബങ്ങളിൽ സമാധാനവും കിട്ടുന്നുണ്ടല്ലേ. ഒരു കൗൺസിലിങ്ങിലായിക്കോട്ടെ ലൈഫ് കോച്ചിങ്ങിലായിക്കോട്ടെ ഒക്കെ എനിക്ക് തന്നെ അറിയാവുന്ന എത്രയോ കുടുംബങ്ങൾ സമാധാനമായിട്ട് സന്തോഷമായിട്ടും പോകുന്നുണ്ട്. ഒന്ന് കോൺഫിഡൻഷ്യലായിട്ട് ഒരാളോടൊന്ന് സംസാരിക്കാൻ എത്ര പേരുടെ അടുത്ത് നമുക്ക് വിശ്വസിച്ചൊരു കാര്യം പറയാം. ഒന്നെങ്കിൽ അത് നാളെ ലോകം അറിയും, അല്ലെങ്കിൽ തൊട്ടപ്പുറത്തിരിക്കുന്ന ആരെങ്കിലുമൊക്കെ അറിയും. അത്രയും വിശ്വസിച്ച് ആത്മാർത്ഥമായിട്ട് ഒരാൾ നിങ്ങളെ കേൾക്കാനുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമാണ്, അങ്ങനെ ആവശ്യമുള്ളപ്പോൾ. അപ്പോൾ ഇതിൻ്റെ അകത്ത് എല്ലാം നല്ലതുകൊണ്ട് ചീത്തയുമുണ്ട്. അതിൻ്റെ അകത്ത് നല്ലത് ഏതാണെന്ന് നമ്മൾ തിരിച്ചറിയുക. അത് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ഒരാളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ 100% കോൺഷ്യസ് ആയിട്ടാണ് ഒരാളുടെ അടുത്ത് സംസാരിക്കുന്നതെങ്കിൽ അതിനകത്ത് ഒരു പരിധിവരെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതൊക്കെ ഒരു പ്രൊഫഷനായിട്ട്, ഒരു പ്രൊഫഷണൽ എത്തിക്സുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാലാണ് ഈ നമുക്കും ഗുണമുണ്ടാവുന്നത്, മറ്റുള്ളവർക്കും ഗുണമുണ്ടാവുന്നത്. അല്ലെങ്കിൽ എനിക്കറിയാവുന്ന ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് ട്രോമാസിലൂടെ കടന്നു പോയിട്ടുണ്ട്, ലൈഫ് കോച്ചിങ്ങിൽ പോയിട്ടും കൗൺസിലിങ്ങിൽ പോയിട്ടും ഒക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏത് ഇതിലോട്ട് പോയാലും നിങ്ങൾ ആദ്യം അവരുമായിട്ട് സംസാരിക്കുക. 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ സംസാരിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. നിങ്ങൾ കംപ്ലീറ്റ്ലി കോൺഫിഡൻ്റ് ആണ് അവരുമായിട്ട് മുന്നോട്ട് പോകാമെങ്കിൽ മാത്രം നിങ്ങൾ മുന്നോട്ട് പോവുക, അത് ഏത് ഇതിലാണെങ്കിലും. അല്ലെങ്കിൽ നിങ്ങൾ അവിടെ വെച്ച് തന്നെ അതങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്തേക്കുക. കാരണം മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് നിങ്ങൾ വെറുതെ ആർക്കും കൊണ്ടുപോയി കൊടുക്കരുത്. അത് വീണ്ടും വേറൊരു ട്രോമാസിലോട്ട് പോകാൻ ഇടവരരുത്. അതുകൊണ്ട് ഫേക്കാണോ അല്ലയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒന്ന് കോൺഷ്യസ് ആയിട്ടിരുന്നാൽ മതി.